വിട്, എന്നായി കാണിക്കുന്നേ? അയ്യേ കവിൻ, കവിൻ, ഞാൻ ആരാണെന്ന് എനിക്കറിയോ? ഞാനാ നിന്റെ അമ്മ. നില മാത്രമല്ല, നീയും എന്റെ മകനാ. ഇവനെ ഇവന്റെ കുടുംബവും ചേർന്ന് പ്ലാൻ ചെയ്ത് നിന്നെ എന്റെ അടുത്തുനിന്ന് പിരിച്ചതാ. നിന്നെ പ്രസവിച്ച എന്നിൽ നിന്ന് നിന്നെയും എന്റെ മകനായ നിന്നിൽ നിന്ന് എന്നെയും അകറ്റിയ ദ്രോഹികൾ ഇവരാ. നീ കുഞ്ഞായിരുന്നപ്പോ മുതല് നിനക്ക് കിട്ടേണ്ട അമ്മയുടെ വാത്സല്യവും എന്റെ മകനായ നിനക്ക് ഒരമ്മ എന്ന നിലയിൽ ഞാൻ തരേണ്ട സംരക്ഷണവും തരാൻ അനുവദിക്കാതെ നമ്മളെ തടഞ്ഞു വെച്ചത് ഇവരാ. ഇനി ഒട്ടും വിഷമിക്കണ്ട മോനെ, നീ അമ്മയുടെ അടുത്ത് എത്തിയില്ലേ? ഇനി ആര് തന്നെ വിചാരിച്ചാലും നിന്നെ എന്നിൽ നിന്ന് പിരിക്കാൻ പറ്റില്ല. എന്റെ മോന്റെ അടുത്ത് എന്റെ അടുത്ത് വരരുതെന്ന് പറയാൻ നീ ആരാടി? ഞാൻ അങ്കിളല്ല, മോളുടെ അച്ഛനാ. ഇത്രയും നാളും മോള് ജീവിച്ചിരിപ്പില്ലെന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. എന്നാ എന്റെ കൺമുമ്പിലുണ്ടായിരുന്നിട്ടും നീ എന്റെ മോളാണെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതിനെല്ലാത്തിനും കാരണം നോക്ക്, അവളാ. നില, നില, നീ അവളുടെ കൂടെ പോകരുത്. ഇത്രയും നാളും നീ ജീവിച്ചിരിപ്പില്ലെന്ന് എല്ലാവരോടും പറഞ്ഞ് വിശ്വസിപ്പിച്ച് നിന്നെ തട്ടിപ്പറിച്ചവളാ അവള്. ഇത്രയും കാലം നീ അച്ഛനില്ലാത്ത മോളായിട്ട് വളർന്നു. മോൾക്ക് അച്ഛനുണ്ട്, ഞാനാ മോളുടെ അച്ഛൻ. അതെ മോളെ, അതെ മോളുടെ അച്ഛൻ. ഇനി ഈ അച്ഛനെ വിട്ട് എങ്ങും പോവല്ലേ മോളെ. മോളുടെ അച്ഛനായിട്ട് ഞാനുണ്ട്. ഇനി അങ്ങോട്ട് ഞാൻ അവൾക്ക് നിന്നെ വിട്ടുകൊടുക്കില്ല മോളെ, കൊടുക്കില്ല. നീ എന്റെ അടുത്തേക്ക് വരരുതെന്ന് കരുതി നീ ജീവിച്ചിരിപ്പില്ല എന്ന് എന്നോട് നുണ പറഞ്ഞവളാ അവള്. എന്റെ മകനെ എന്റെ അടുത്തുനിന്ന് പിരിച്ചത് പോരാതെ എന്റെ മകളെ എന്നിൽ നിന്ന് പിരിക്കാൻ നോക്കുന്നോ? ഞാൻ ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് സംഭവിക്കാൻ ഞാൻ അനുവദിക്കില്ല. നിലമോളെ, നീ എന്റെ അടുത്ത് വാ. പേരും കൂടി അത് സംസാരിച്ചൊരു ധാരണയിലെത്തും. കൂടി ഇങ്ങനെ വെറുതെ വഴക്കിടാതെ. മോളെ, വേണ്ട മോനെ. അയ്യോ, എന്റെ മക്കളെ എനിക്ക് വിട്ടു തന്നില്ലെങ്കിലുണ്ടല്ലോ, എന്റെ മക്കളെ ഇനി നടത്തിയ മാറ്റാൻ ശ്രമിച്ചാൽ കൊല്ലു ഞാൻ നിന്നെ. മര്യാദക്ക് മാറുക. കഥ തുറക്കാനല്ലേ പറഞ്ഞത്? തുറക്കണേ. നിങ്ങൾ രണ്ടുപേരും കരയരുത്. നിങ്ങളെ എന്നിൽ നിന്ന് ആർക്കും പിരിക്കാൻ പറ്റില്ല. പേടിക്കണ്ട.